ഈ കഥ നടക്കുന്നത് ഉൾനാടൻ ഗ്രാമത്തിലാണ്. വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് റോയി ആരോടും പറയാതെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോഴാണ് അവനത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്. വീടും പൂട്ടി അവൾ എവിടെയോ പോയിരിക്കുന്നു. ഭാര്യയും മക്കളെയും കാണാനുള്ള ആവേശത്തിൽ ഭക്ഷണം പോലും പുറത്തുനിന്നൊന്നും കഴിക്കാതെയാണ് അവൻ വന്നത്. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. ഇവളിതെവിടെ പോയി? താക്കോലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അകത്ത് കയറി ഒന്ന് ഫ്രഷ് ആകായിരുന്നു. വിളിച്ചിട്ടാണെങ്കിലോ ഫോണും സ്വിച്ച് ഓഫ്. ഇനി അവൾ വരുമ്പോൾ വരട്ടെ എന്ന് കരുതി സിറ്റൗട്ടിലെ ചാരുകസേരയിലേക്കിരുന്നു. അവൻ അവിടെ ഇരുന്ന് അല്പനേരം മയങ്ങിപ്പോയി. പെട്ടെന്നാണ് അവൻ മുറ്റത്തൊരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് ഞെട്ടിനുണർന്നിടത്തേക്ക് നോക്കിയപ്പോഴേക്കും മുറ്റത്തെ തെങ്ങിൽ നിന്നും ഒരു തേങ്ങ അടർന്നു വീണതാണ്. സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം അവൾ എവിടെ പോയതായിരിക്കും. അടുത്ത വീട്ടിലെ പ്രകാശേട്ടനോട് ചോദിക്കാം എന്ന് കരുതി അവൻ വിളിച്ചു. പ്രകാശേട്ടാ, പ്രകാശേട്ടാ. അല്ല, ഇതാരാ റോയിയോ? ഇതെപ്പോൾ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശൻ അങ്ങോട്ട് നടന്നു വന്നു. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി പ്രകാശേട്ടാ. എന്തുണ്ട് റോയി വിശേഷം? അവർ പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തി. എന്തു പറയാനാ പ്രകാശേട്ടാ, ഞാനൊരു സർപ്രൈസായിട്ടാണ് വന്നത്. വന്നപ്പോഴോ ഇവിടെ വീട് പൂട്ടിക്കിടക്കുന്നു. നിമ്മിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇവിടെ മായടുത്തിയോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയതെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നത്. ഇല്ല റോയി, ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അവളിപ്പോൾ ഞങ്ങളോട് വലിയ രസത്തിലല്ല കേട്ടോ. എന്നാൽ ശരി പ്രകാശേട്ടാ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സിറ്റൗട്ടിലെ ചെയറിലേക്ക് തന്നെ വന്നിരുന്നു. വിശന്നിട്ടാണേൽ കണ്ണും കാണാൻ വയ്യ. ഏത് നിമിഷത്തിലാണോ ഈ സർപ്രൈസ് വിസിറ്റ് എന്ന ആശയം മനസ്സിലേക്ക് വന്നതെന്ന് ആലോചിച്ച് അവൻ സ്വയം മനസ്സിൽ പഴിച്ചു. അപ്പോഴാണ് പ്രകാശൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നത്. റോയി, നീ വന്നിട്ട് വല്ലതും കഴിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല പ്രകാശേട്ടാ, ഇനിയിപ്പോൾ അവൾ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം, റോയി പ്രകാശനോടായി പറഞ്ഞു. അല്ല റോയി, അവൾ വരണമെങ്കിൽ ഒരു 3:30 കഴിയും. അപ്പോൾ പ്രകാശേട്ടൻ അറിയോ അവൾ എവിടാ പോയതെന്ന്? നേരത്തെ അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. പ്രകാശൻ പറഞ്ഞു തുടങ്ങി. മോനെ, ഞാൻ നിന്നോട് പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്താണ് പ്രകാശേട്ടാ, എന്താണെങ്കിലും പറയൂ. നിന്റെ ഭാര്യയുടെ പോക്ക് അത്ര ശരിയല്ല. നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്താ കാര്യം പ്രകാശേട്ടനൊന്ന് വ്യക്തമായിട്ട് പറ, റോയി പറഞ്ഞു. അത് മോനെ, രാവിലെ നിന്റെ മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം അവളും ഡ്രസ്സും മാറി ഇറങ്ങും. അപ്പോഴേക്കും ഒരു ഓട്ടോ ഇവിടെ വന്ന് നിൽക്കും. അതിൽ കയറി അവൾ എങ്ങോട്ടോ പോവും. പിന്നെ തിരികെ വരുന്നത് ഒരു 3-3:30 ആകുമ്പോഴാണ്. സാധാരണ എന്നും മക്കൾ വരുന്നതിന് മുമ്പേ അവൾ വരും. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടൊരു 1-1.5 മാസത്തോളം ആയിട്ടുണ്ട്. മുമ്പും പല പ്രാവശ്യം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളാരും ചോദിച്ചിട്ടില്ലേ അവളോട് എവിടേക്കാണ് പോകുന്നതെന്ന്? അല്ല റോയി, ഞാനെങ്ങനെയാ ചോദിക്കുന്നത് അവളോട് എവിടെയാണ് പോകുന്നതെന്ന്? ചേട്ടൻ ചോദിക്കണ്ട, മായേച്ചിക്ക് ചോദിക്കാമല്ലോ. മായ പറഞ്ഞതാ ചോദിക്കാമെന്ന്. പിന്നെ ഞാനാണ് അവളെ വിലക്കിയത്. ഇനി അത് നിമ്മയ്ക്കിഷ്ടമായില്ലെങ്കിലോ? ആ സമയത്താണ് സ്കൂൾ ബസ് വന്ന് പടിക്കൽ ഹോണടിച്ചത്. അപ്പോഴാണ് അവർ സമയം ശ്രദ്ധിച്ചത്. 3:30 ആയിരിക്കുന്നു. വീട്ടുവാതിലിൽ സ്കൂൾ ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടു. അതിൽ നിന്നും തൻ്റെ മക്കളായ അലനും അലീനയും ഇറങ്ങി വന്നു. അവർ റോയിയെ കണ്ട ഉടനെ പപ്പ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. റോയിയും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് രണ്ടുപേരെയും വാരിയെടുത്തു. ഹായ്, പപ്പ വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടുപേരും അവനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ ഇരുവരെയും എടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നിരുത്തിയ ശേഷം അവർക്കായി കയ്യിൽ കരുതിയ സ്വീറ്റ്സ് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. പപ്പ എപ്പോഴാ വന്നേ? അമ്മ എന്തിയേ? രണ്ടുപേരും ഒരേ സ്വരത്തിൽ റോയിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ഇപ്പോൾ വരുമല്ലോ, എൻ്റെ മക്കളിത് കഴിക്കുക എന്ന് പറഞ്ഞ് റോയി അങ്ങോട്ടേക്ക് നിന്നു. അപ്പോഴാണ് പ്രകാശൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നത്. റോയി, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. റോയിയെ വിളിച്ചയാൾ കുട്ടികളുടെ അടുത്ത് നിന്നും അല്പം മാറ്റി നിർത്തിയ ശേഷം സംസാരിക്കാൻ തുടങ്ങി. എനിക്കൊരു സംശയം. ഇനി മോൻ വരുന്ന വിവരം എങ്ങനെയെങ്കിലും മനസ്സിലാക്കി അവൾ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവോ? കാമുകൻ്റെ കൂടെയോ മറ്റോ? ഇപ്പോൾ അതൊക്കെയല്ലേ നടക്കാറ്. അതെ, നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. അവൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ റോയി, തെറ്റിദ്ധരിക്കണ്ട. എന്നും കുട്ടികൾ വരുന്നതിന് മുമ്പേ അവൾ വരുന്നതാ. ഇന്നിപ്പോൾ വന്നില്ലല്ലോ. അതും ഫോണും ഓഫാണല്ലോ. പോലീസിൽ അറിയിക്കുന്നതല്ലേ ബുദ്ധി. എന്താ പ്രകാശേട്ടായി പറയുന്നത്? അവൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. അവൾ ഒരിക്കലും എന്നെയും മക്കളെയും കളഞ്ഞ് ഒരിടത്തേക്കും പോയില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. അവിടെ എന്തെങ്കിലും താമസം വന്നിട്ടുണ്ടാവും. അതായിരിക്കും ലേറ്റ് ആവുന്നത്. ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് പ്രകാശൻ തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും പടിവാതിൽക്കൽ ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്നും നിമ്മി വളരെ വേഗം ഓടി വീട്ടിലേക്ക് വന്നു. അവൾ തിടുക്കത്തിൽ ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് ഗേറ്റും കടന്ന് ഓടി വരികയായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ റോയിയെ കണ്ടതും അവൾ ഒരു നിമിഷം അവിടെ നിന്ന് ശങ്കിച്ചു നിന്ന ശേഷം ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പ്രകാശൻ നിമ്മിയെ കണ്ടതും
റോയി എന്നാൽ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് പോകാനായിട്ട് നിന്നപ്പോഴേക്കും റോയി അയാളെ തടഞ്ഞു നിർത്തി. പ്രകാശേട്ടൻ അവിടെ നിൽക്ക്. എന്താ ഇത്ര ധൃതി? റോയി ചോദിച്ചു. ഇച്ചായൻ ഇതെപ്പോൾ വന്നു? മക്കൾ വന്നോ എന്നൊക്കെ വളരെ ആശ്ചര്യപൂർവ്വം ചോദിക്കുന്നവളെ അല്പം മാറ്റി നിർത്തിയ ശേഷം റോയി അവളോട് സംസാരിച്ചു. നിനക്ക് മക്കളെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? നീ എവിടെയായിരുന്നു ഇതുവരെ? എന്നും രാവിലെ നീ എങ്ങോട്ടായോ ഒരുങ്ങിക്കെട്ടി പോകുന്നത്? ഞാനിവിടെ വന്നിട്ട് എത്ര നേരമായെന്നറിയോ നിനക്ക്? ഞാനിന്നിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്തേനെ? നിൻ്റെ ഫോൺ എവിടെ? ഒറ്റ ശ്വാസത്തിലുള്ള അവൻ്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് നിമ്മി ഒന്ന് പകച്ചെങ്കിലും അവൾ മറുപടി പറയാൻ തുടങ്ങി. ഇച്ചായൻ എന്താ അറിയേണ്ടത്? വാ, വീടിനകത്തേക്ക് കയറ്, ഞാൻ എല്ലാം പറയാം. വേണ്ട, ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി, എന്നിട്ട് തീരുമാനിക്കാം ഞാൻ അകത്തേക്ക് കയറണോ അതോ നീ പുറത്തേക്ക് പോകണോ എന്ന്. ഒഴുകി വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം നോക്കി ആട്ടിൻ തൊഴിലിട്ട ചെന്നായെ പോലെ പ്രകാശൻ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇച്ചായൻ്റെ അമ്മ കാൽ വഴുതി വീണ് 1 മാസമായിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പ. അമ്മ തന്നെയാണ് പറഞ്ഞത് ഇച്ചാനെ ഇപ്പം തൽക്കാലം ഒന്നും അറിയിക്കണ്ടെന്ന്. പകല് ഞാൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കും, വൈകിട്ട് പിന്നെ റോഷനെ നോക്കിക്കോളും. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും കുട്ടികൾ 2 പേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. വൈകിട്ട് വരെ അമ്മയ്ക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഫോൺ ഓഫായത് ഇന്നലെ ഇച്ചായൻ വിളിച്ചതിന് ശേഷം ചാർജ് ചെയ്യാൻ മറന്നു. രാവിലെ കുട്ടികളാണെങ്കിൽ എടുത്ത് കളിച്ചതിൻ്റെ ചാർജും തീർത്തു. ഞാനിവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. എന്നെ വിളിക്കാൻ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ എന്ന് കരുതി. എന്ന് ഞാൻ കുട്ടികൾ വരുന്നതിന് മുമ്പേ തിരികെ എത്തുന്നതാ. ഇന്നും അങ്ങനെ ഓർത്ത് തന്നെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് നല്ല പനിയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്നും മേടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. മക്കളെ ഓർത്ത് ആദ്യം പിടിച്ച് ഓടി വന്നതാ ഞാൻ. ഇനി ഇതിൽ കൂടുതൽ ഇച്ചാൻ എന്താ അറിയേണ്ടത്? അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. റോയ് വളരെ വേഗം തന്നെ അവളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം പ്രകാശൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. കേട്ടല്ലോ, നിമ്മി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഞാനില്ലാത്തപ്പോൾ ഒരു കാമുകനെയും തേടി പോയതല്ല അവൾ. ഞാനില്ലാത്തതിൻ്റെ കുറവ് പരിഹരിച്ച് ഓടി നടന്നവൾ കാര്യങ്ങൾ നടത്തുകയായിരുന്നു. പിന്നെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു തോന്നലുണ്ട്, ഭർത്താക്കന്മാരടുത്തില്ലാത്ത ഭാര്യമാരെല്ലാം അഴിഞ്ഞാട്ടക്കാരികളാണെന്ന്. റോയി നിമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കൊരിക്കലും നിന്നെ സംശയിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ നിന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത് അത് പ്രകാശേട്ടന് എനിക്ക് കൊടുക്കാനുള്ള മറുപടിയാണ്. അത് നിൻ്റെ നാവിൽ നിന്നും അയാൾ കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നിന്നെ ഇത്രയും നേരം പുറത്ത് തന്നെ നിർത്തിയിരുന്നത്. റോയി പ്രകാശൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. എങ്കിൽ ഇനി പ്രകാശേട്ടൻ പൊക്കോ, വീട്ടിൽ ചെന്ന് മായേച്ചി അവിടെ ഉണ്ടോയെന്ന് നോക്കുന്നതൊന്നും നല്ലതായിരിക്കും എന്നും പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റോയി വീടിനകത്തേക്ക് കയറി. എന്നാലും ഇച്ചായൻ എന്നെ സംശയിച്ചില്ലേ എന്ന് നിമ്മി പരിഭവം പോലെ പറഞ്ഞു. ഇല്ല മോളെ, എനിക്ക് നിന്നെ അറിയാം മറ്റാരെക്കാളും. അങ്ങനെ അവരും ഒക്കെ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരാളല്ല നിന്റെ ഇച്ചായൻ. അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നിമ്മി വേഗം തന്നെ കയ്യിലുള്ള താക്കോലെടുത്ത് വാതിൽ തുറന്നു അകത്തേക്ക് കയറി. അവൻ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് അവളുടെ പിന്നാലെ ഒരാനയെ തിന്നാനുള്ള വിശപ്പുമായി അകത്തേക്ക് കയറി. അവനവളെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചിമ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് 1000 നന്ദി പറഞ്ഞു, ഇവളെ തൻ്റെ പാതിയായി കിട്ടിയതിന്. സ്റ്റോറി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്റ്റോറീസ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും.